സോ ഗൈസ് ഇപ്പോൾ ഒരു സീനബിൾ അൾട്രാ ബഗ് ലൂട്ട് ഓഫറാണ്. സോ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഒരു 20 to 30 രൂപ നിങ്ങളുടെ Paytm വാലറ്റിൽ വിഡ്രോ അടിച്ചിട്ട് പേയ്മെൻറ്റ് റിസീവ് ആയിട്ട് പോകത്തേ ഉള്ളൂ. നിങ്ങൾ ഡെയിലി ഒരു ബഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു എമൗണ്ട് കിട്ടും. ഓക്കെ, 75 100 നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യുന്ന അത്രത്തോളം ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഈ ഒരു ആപ്പ് മുമ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലോ അതൊന്നും ഒരു മാറ്റർ അല്ല. ഏർണിങ്സ് പക്കയാണ്. Paytm വാലറ്റാണ്, ഗൂഗിൾ പേ അതേ കണക്കത്തുണ്ട്, പിന്നെ Paytm UPI ഉണ്ട്, പിന്നെ പേയ്പാൽ ആരും ഇത് നോക്കുന്നില്ല, എന്തായാലും അതുണ്ട്. ഞാനൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി പറയുന്നത് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. സോ നമ്മൾ 4.5K സബ്സ്ക്രൈബേഴ്സ് അടിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് 4.4K എത്തുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, അത് ഒരു 2-3 ദിവസം 4 ദിവസത്തിന് ശേഷമുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. സോ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും മാക്സിമം നോക്കുക. ഫുള്ളായിട്ട് ബഗ്ഗൊക്കെ എങ്ങനെയാണെന്നില്ല നിങ്ങൾ ഷുവറായിട്ടും ഫുള്ളായിട്ട് നോക്കേണ്ടതാണ്. സോ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കുക, കാരണം നല്ലൊരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തി തരുന്നല്ലേ. അപ്പോൾ ഒരു ലൈക്ക് കൊടുക്കുന്നതിനെക്കൊണ്ട് ഒരു തെറ്റോ കാര്യങ്ങളോ ഇല്ല. ഒരു കമൻറ്റ് ആവുന്നെങ്കിൽ ഇടുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഓക്കെ, സോ 2 വർഷമായി ആപ്പ് വന്നിട്ട് പേയ്മെൻറ്റൊക്കെ പക്കയാണ്. ബട്ട് നമ്മൾ ഫുള്ള് ബഗ് ട്രിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് സംഭവം നമ്മുടെ ആ ഒരു ആപ്പിനെ അങ്ങോട്ട് മുടിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ബഗ് ട്രിക്ക് എന്ന് പറയുമ്പോൾ വീഡിയോ മുഴുവൻ കാണാതെ യൂസ് ചെയ്യരുത്. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ ഒരു ഭാഗം മാത്രം കണ്ടിട്ട് സ്വന്തമായി ബഗ് ട്രിക്ക് യൂസ് ചെയ്യാൻ നോക്കിയാൽ നടക്കില്ല. പിന്നെ സ്കിപ്പ് ചെയ്ത് നോക്കിയാൽ തീരെ നടക്കില്ല. ഓക്കെ, ഒരു ഭാഗവും മനസ്സിലാവില്ല. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക. സോ ഇതേപോലുള്ള എന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ കണ്ടപാട് ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോം. ഓക്കെ, അതിപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്താലും ബഗ് ട്രിക്ക് യൂസ് ചെയ്തിട്ട് കിട്ടുന്നതൊക്കെ നല്ലൊരു പ്ലാറ്റ്ഫോംസിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ എന്ന് വെച്ചാൽ Paytm ലൂട്ട്സോ അല്ലെങ്കിൽ റീഡിംഗ് കോഡ് ആക്കേണ്ട എന്ത് വേണമെങ്കിലും നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനി വെളുപ്പിച്ച് പോകുന്നില്ല, എന്തായാലും നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലൂട്ട് ലിങ്ക് എന്നാണ് ഉണ്ടാവുക. ഓക്കെ, സോ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് റിവാർഡ് DR എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. സോ ആപ്ലിക്കേഷൻ കണ്ടിട്ട് ബഗ് ട്രിക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ചില സമയം ഇങ്ങനെ പേരൊക്കെ കാണുമ്പോൾ നിങ്ങളായിരിക്കും ഇതും വേറെ വല്ല ആപ്പായിരിക്കും, ഞാൻ പണ്ട് വിചാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു തന്നേലും. സോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്താ അറിയില്ല, നെറ്റ് നല്ല സ്പീഡാണ്, അതുകൊണ്ടാണെന്ന് തോന്നും. സോ ഇവിടെ നമുക്ക് സൈനപ്പ് ഒരു ലോഗിൻ വിത്ത് ഗൂഗിൾ ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. സോ അന്നേരം നിങ്ങളുടെ ഒരു മെയിൽ ID ആണ് നിങ്ങളവിടെ കൊടുക്കേണ്ടത്, നിങ്ങളുടെ ഒരു ഗൂഗിൾ ID. ഓക്കെ, അത് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മളെ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. സോ ഇവിടെ വരെ എത്തിയാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് താഴോട്ട് പോയതിനു ശേഷം ഡെയിലി ചിക്കൻ റിവാർഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അന്നേരം തന്നെ നമുക്ക് ഒരു രൂപേൻ്റെ അടുത്ത് ഡെയിലി ചിക്കൻ റിവാർഡ് കിട്ടുന്നതായിരിക്കും. സോ ആദ്യമേ നമ്മൾ എന്താക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ബഗ് യൂസ് ചെയ്യുന്ന മുമ്പ് നമ്മൾ ക്രോമിലോട്ടേക്ക് പോവുക. ക്രോമിൽ പോയ ശേഷം ആപ്പ് ഇൻഫോമിൽ പോവുക. ആപ്പ് ഇൻഫോമിൽ പോയ ശേഷം ജസ്റ്റ് ഒന്ന് അതിന് സ്റ്റോപ്പ് അടിക്കാം. സോ അതിനുശേഷം നമ്മുടെ സ്റ്റോറേജ് ആൻഡ് കച്ച് എല്ലാം അവിടെ പോയിട്ട് നമ്മൾ ക്ലിയർ ഡാറ്റ അടിക്കുക. ഓക്കെ, ക്ലിയർ സ്റ്റോറേജ് അടിക്കുക, ക്ലിയർ ഓൾ ഡാറ്റ അടിക്കുക. ഓക്കെ, സോ അങ്ങനെ അടിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രോം ഒന്ന് ഓപ്പൺ ആക്കുക. അതിനുശേഷം ആപ്പിൻ കണ്ടിന്യൂയിൽ നോ താങ്ക്സ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്താക്കേണ്ടത് വെച്ചാൽ തിരിച്ച് നമ്മുടെ ഇതിലോട്ടേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്താക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ ഗൂഗിളിൻ്റെ അടുത്തേക്ക് പോവുക. ഓക്കെ, നിങ്ങൾ എന്താക്കേണ്ടത് വെച്ചാൽ സെറ്റിങ്സ് എന്നുള്ള ഒരു ഓപ്ഷനിലോട്ടേക്ക് വന്നതിന് ശേഷം ജസ്റ്റ് നമ്മളെല്ലാ ഒരു ഇതിൽ ഫോണിലും അടിയിലൊരു ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. സോ അവിടെ ക്ലിക്ക് ചെയ്യുക. സോ പേഴ്സണലിലെടുത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ആഡ്സ് എന്നുള്ള ഈ ഒരു ADS, ഓക്കെ, ആഡ്സ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ കാണാൻ പറ്റണം. അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് റീസെറ്റിംഗ് അഡ്വർടൈസ്മെൻറ്റ് ID എന്ന് വെച്ചാൽ നമ്മുടെ IP അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൺഫേം നിർത്തിയ ശേഷം നമ്മൾ പുതിയൊരു അഡ്വർടൈസ് ID കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഓരോന്ന് ചേഞ്ച് ആയിട്ടുണ്ടാവും. സോ അത് നിങ്ങൾ ചെയ്യുക. അതിനുശേഷം തിരിച്ച് ആപ്പിലോട്ടേക്ക് വരിക. ആപ്പിലോട്ടേക്ക് വന്ന ശേഷം ഇവിടെ ലെഫ്റ്റിൽ മൂന്നാമത് കണ്ടോ ആഡ്സ് ആൻഡ് ഓഫർ വാൾ എന്നുള്ളത്. ഓക്കെ, ആ ഒരു ഭാഗം നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ആ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. സോ അതിനുശേഷം അവരുടെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ലോഡാവും. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് വരിക. കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്, പക്ഷേ നമ്മളെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ വേറെ ആപ്ലിക്കേഷനാണ്. IRL എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനാണ്, അതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിങ്ങനെ സെർച്ച് ചെയ്യേണ്ടി വരും. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് താഴോട്ട് മേലോട്ട് പോകുമ്പോൾ IRL വല്ലതും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, അങ്ങനെ പരതി ജോഷിൻ്റെ അടിയിലാണ് IRL ഡു മോർ ടുഗദർ എന്നുള്ള ആ ഒരു നമ്മൾ ബഗ് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഉള്ളത്. സോ ജോഷിൻ്റെ അടിയിലാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, കുറച്ച് തപ്പാൻ ഞാൻ പാടുപെട്ടു. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. റീഡയറക്റ്റ് ആയിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ ഈ ഒരു IRL എന്നുള്ള ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾ ഈസിക്ക് നിങ്ങൾക്ക് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏർണിങ്സ് കിട്ടുന്നതാണ്. ഓക്കെ, എന്തായാലും ഈ IRL എന്നുള്ള ആ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. സോ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ,
അതിനുശേഷം ആപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ അടിക്കുക. ഓപ്പൺ അടിച്ച ശേഷം ജസ്റ്റ് അവർ ഇൻ്റർഫേസ് ലോഗിൻ ആവുന്നൊരു ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള കൊടുക്കുക. അതിനുശേഷം ഒരു ഫേക്ക് നമ്പർ, ഒരു സുമാറ് നമ്പർ കൊടുക്കുക. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ നമ്പർ കൊടുത്ത ശേഷം ലാസ്റ്റത്തെ 2-3 അക്കം ജസ്റ്റ് ഒന്ന് മാറ്റുന്നത്. ഓക്കെ, പുതിയ നമ്പർ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നമ്മൾ ഫേക്ക് നമ്പർ ഉണ്ടാക്കുക വെച്ചാൽ അങ്ങനെയല്ല, സുമാറ് നമ്പർ അടിക്കുമ്പോൾ തന്നെ കുറേ സമയം എടുക്കും. അപ്പോൾ നമ്മൾ ഇതാക്കണ്ട. ഓക്കെ, അപ്പോൾ ഇൻകറക്റ്റ് ഫോൺ നമ്പർ എന്നാൽ കാണിക്കണേ. ഓക്കെ, ഞാൻ ഒരു എക്സ്ട്രാ എന്തോ അറിയാത്തൊരു നമ്പർ കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആക്കുക. ഓക്കെ, അതിനുശേഷം നമുക്കൊരു OTP കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് വരും. അന്നേരം നമ്മൾ സുമാറൊരു OTP അടിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഈ ഒരു OTPൻ്റെ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ഒരു 3 മിനിറ്റ് നിങ്ങൾ കറക്റ്റ് 3-2 മിനിറ്റ് കറക്റ്റ് ഒന്ന് നിൽക്കുക, ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫേക്ക് OTP നമ്പർ ഇങ്ങനെ കൊടുത്തിട്ട് ഒരു 3 മിനിറ്റൊക്കെ നിങ്ങളൊരു ഈ ഒരു ആപ്ലിക്കേഷനിൽ നിൽക്കും. അതിനുശേഷം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് നേരെ നമ്മുടെ IRL ആപ്ലിക്കേഷനിലോട്ടേക്ക് വന്നിട്ടുണ്ട്. IRL നമ്മുടെ റിവാർഡ് RL ആ ഒരു ആപ്ലിക്കേഷനിലോട്ടേക്ക് ജസ്റ്റ് ഒന്ന് വരിക. ഓക്കെ, അങ്ങനെ കംപ്ലീറ്റഡ് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 3 മിനിറ്റ് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, 1 മിനിറ്റ് ഞാൻ ജസ്റ്റ് ബാക്ക് അടിക്കാം. റീഫ്രഷ് ചെയ്യുമ്പോൾ 14 രൂപ വന്നിട്ടുണ്ട്. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താക്കേണ്ട വെച്ചാൽ താഴോട്ടേക്ക് ഒരു IR എന്നുള്ള ആപ്ലിക്കേഷൻ്റെ ആപ്പ് ഇൻഫോയിൽ പോയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിയർ ഡാറ്റ, ക്ലിയർ സ്റ്റോറേജ് എല്ലാം അടിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അതിനുശേഷം ക്രോമിൽ നിങ്ങൾ ഇഷ്ടം അതേപോലെ ചെയ്യുക. അതിനിടയ്ക്ക് നിങ്ങൾ എയറോപ്ലെയിൻ മോഡ് ഒരു 3 വട്ടം ഒന്ന് ഓഫാക്കുക, അത് കണക്കെ തന്നെ ഓണാക്കാം, ഓഫാക്കുക, ഓണാക്കുക. ഓക്കെ, ആ ഒരു രീതി നിങ്ങൾ കുറച്ചും ഒരു 3 വട്ടം നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഞാൻ ഓക്കെ ഓഫാക്കിയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ക്രോം എന്താക്കുക വെച്ചാൽ ക്രോം ആപ്പ് ഇൻഫോയിൽ പോവുക. ക്രോമിൻ്റെ ആ ഒരു ആപ്പ് ഇൻഫോയിൽ പോയിട്ട് ക്ലിയർ ഡാറ്റയിൽ ക്ലിയർ ക്ലിയർ സ്റ്റോറേജ് എന്ന് അടിച്ചിട്ട് ഫുള്ളൊന്ന് ക്ലിയർ ചെയ്യുക. സെറ്റിങ്സിലോട്ടേക്ക് വരിക. ഓക്കെ, സെറ്റിങ്സിലോട്ടേക്ക് വന്നതിന് ശേഷം ഗൂഗിൾ എന്നുള്ളൊരു ഓപ്ഷൻ താഴെ കാണാൻ പറ്റുന്നുണ്ടാവും. സോ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം പേഴ്സണലിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ADS എന്നുള്ള സ്ഥലത്ത് പോയിട്ട് റീസെറ്റ് അഡ്വർടൈസിങ് ID എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഒരു പുതിയൊരു IP അഡ്രസ്സ് കിട്ടുന്നതായിരിക്കും. സോ അതങ്ങനെ റീസെറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം തിരിച്ച് നേരെ ഇതിലോട്ടേക്ക് വരിക. എന്നിട്ടാണ് നമ്മുടെ ആഡ് ഗേറ്റ് ഓഫർ വാളിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ടോപ്പ് റൈറ്റിൽ കാണാൻ പറ്റും ആഡ് ഗേറ്റ് ഓഫർ വാൾ, അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ IRL ആപ്ലിക്കേഷൻ ഒരു ആദ്യം തന്നെ കാണാൻ പറ്റും IRL ഡു മോർ ടുഗദർ. സോ അവിടെ ക്ലിക്ക് ചെയ്യുക. ഏൺ 5 പോയിൻറ്റ്സ് എന്നുള്ളടുത്ത് ക്ലിക്ക് ചെയ്യുക. റീഡയറക്റ്റ് ആവും. റീഡയറക്റ്റ് ആയതിനു ശേഷം ജസ്റ്റ് ഒന്ന് ലോഡിംഗ് ആയിട്ട് നേരെ പ്ലേ സ്റ്റോറിലോട്ടേക്ക് പോയതിനു ശേഷം ജസ്റ്റ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഓക്കെ, IR ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു ഫേക്ക് നമ്പർ സുമാർ കൊടുക്കുക. ഓക്കെ, സുമാർ ഫേക്ക് നമ്പർ കൊടുക്കുക. കുറച്ച് OTP കാര്യങ്ങളൊക്കെ അടിച്ച് ഒരു 1-2 മിനിറ്റ് മാത്രം നിങ്ങൾ ആ ആപ്ലിക്കേഷനിൽ നിൽക്കുക. ഓക്കെ, ഈ OTP ഭാഗത്ത് നിൽക്കുക. 1-2 മിനിറ്റ് മാത്രം നിന്നാൽ മതി. ഓക്കെ, ട്രാക്ക് ആയിട്ടുണ്ട്, കോയിൻ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, 4 പോയിൻറ്റ്സാണ് ആഡ് ആയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് 18 രൂപയായിട്ടുള്ള കാണാൻ പറ്റും. സോ ഗൈസ്, അതിനുശേഷം നമ്മൾ എന്താക്കേണ്ട വെച്ചാൽ ഈ ഒരു ഓഫർ കംപ്ലീറ്റ് ആക്കിയില്ല, 18 പോയിൻ്റ്. അതിനുശേഷം നമ്മൾ എയറോപ്ലെയിൻ മോഡ് ഒരു 3 വട്ടം ഓഫ് ആൻഡ് ഓൺ ആക്കുക. ഓക്കെ, കാണിച്ചു തരാം. എയറോപ്ലെയിൻ മോഡ് ഒരിക്കൽ ഓഫാക്കുക, വീണ്ടും ഓണാക്കുക, വീണ്ടും ഓഫാക്കുക, വീണ്ടും ഓണാക്കുക, വീണ്ടും ഓഫാക്കുക. അതിനുശേഷം നമ്മൾ IRL എന്ന ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ഡാറ്റ അടിക്കുക. ഓക്കെ, ക്ലിയർ ഡാറ്റ അടിക്കുക. അതിനുശേഷം അതേപോലെ തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൻ്റെ ആ ഒരു ആപ്പ് ഇൻഫോയിൽ പോയിട്ട് അതും ക്ലിയർ ഡാറ്റ അടിക്കുക. അതിനുശേഷം ക്രോം ഒന്ന് ക്ലിയർ ഡാറ്റ അടിക്കാം. സോ പ്ലേ സ്റ്റോറും കൂടി ഞാൻ വെച്ച് ക്ലിയർ കാച്ച് അടിക്കട്ടെ. ഓക്കെ, അതിനുശേഷം നമ്മൾ ക്രോമും ഇതേപോലെ ഒന്ന് ചെയ്യുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ആഡ്സ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ആ ഒരു IP അഡ്രസ്സ് ചേഞ്ച് ചെയ്യുക. സോ അടുക്ക് ഞാനിനി ക്രോമിൽ പോട്ടെ. ഓക്കെ, അപ്പോൾ ആ സെറ്റിങ്സിൽ പോയി അതിനുശേഷം ഗൂഗിളിൽ പോയതിനു ശേഷം ജസ്റ്റ് ഒന്ന് പേഴ്സണൽ സെലക്ട് ചെയ്തു. അതിനുശേഷം ADS എന്നെല്ലാം സെലക്ട് ചെയ്തു. റീസെറ്റിംഗ് അഡ്വർടൈസ്മെൻറ്റ് ID എന്നെല്ലാം സെലക്ട് ചെയ്തതിനു ശേഷം കൺഫേം ചെയ്ത ശേഷം റീസെറ്റ് ആയിട്ടുണ്ട്. കേസ് അങ്ങനെ നിങ്ങൾ എന്താക്കേണ്ടത് വെച്ചാൽ ഇവിടെ കുറേ ഓഫർ വാൾസ് ഇല്ല. അപ്പം എല്ലാ ഓഫർ വാൾസിലും IRL ആപ്ലിക്കേഷൻ ഉണ്ടോ നോക്കുക. ഓക്കെ, എല്ലാ ഓഫർ വാൾസും നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. ആഡ് ഗേറ്റ് ആഡ് ചെയ്യാം ആദ്യത്തെ ഓഫർ വാൾ. അതിൽ IRൻ്റെ ഓഫർ വാളിൽ സെലക്ട് ചെയ്ത് നിങ്ങൾ എന്താക്കേണ്ടത് വെച്ചാൽ ഓൾറെഡി IRൻ്റെ ഓഫർ വാൾ ഏതെങ്കിലും ഓഫർ വാളിന് കംപ്ലീറ്റ് ആക്കിയെങ്കിൽ IRൻ്റെ ഓഫർ കംപ്ലീറ്റ് ആക്കി ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ക്രോം എന്താക്കുക വെച്ചാൽ ജസ്റ്റ് ഒന്ന് ക്ലിയർ ഡാറ്റ അടിക്കുക. ക്രോം ആപ്പ് ഇൻഫോ പോയിട്ട് അത് കണക്ക് തന്നെ IRL ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാൻ ക്ലിയർ ഡാറ്റയും ക്ലിയർ കാച്ച് അടിക്കാം. അതിലേക്ക് നിങ്ങൾ എന്താക്കേണ്ടത് വെച്ചാൽ എയറോപ്ലെയിൻ മോഡ് ഒരു 3-4 വട്ടം ഓഫ് ആൻഡ് ഓൺ ആക്കുക. അതിനുശേഷം സെറ്റിങ്സിൽ വന്നതിന് ശേഷം നമ്മുടെ ഗൂഗിളിലോട്ടേക്ക് വന്നതിന് ശേഷം പേഴ്സണൽ എടുത്തതിന് ശേഷം ആഡ്സിൽ പോയിട്ട് അഡ്വർടൈസിങ് ID ജസ്റ്റ് ഒന്ന് റീസെറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങളെല്ലാം ഓഫർ വാൾ കംപ്ലീറ്റ് ആക്കുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ആപ്പിലും കൂടി ബഗ് ട്രിക്ക് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കുക സംഭവം വർക്കാവുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആഡ് ഗേറ്റ് അല്ലാണ്ട് ആഡ് ജെം അല്ലാണ്ട് നമുക്ക് ജോഷിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ജോഷ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മിനിമം വിഡ്രോ ആക്കാനുള്ള ഒരു എമൗണ്ട് ആക്കിയിട്ട് ഞാൻ വരാം. ഓക്കെ, ഇനി വീഡിയോ ലെങ്ത് ആക്കണ്ട തോന്നിയിട്ടാണ് ഞാൻ മാറ്റുന്നത്. ഓക്കെ,
ഗൈസ് ഇപ്പം ഞാനൊരു എയറോപ്ലെയിൻ മോഡ് ഓഫ് ഓണിൽ കുറച്ചൊരു വ്യത്യാസം വന്നിട്ട് ഞാൻ കറക്റ്റ് ആക്കാത്തതുകൊണ്ട് ചില ഇതൊന്നും ട്രാക്ക് ആയിരുന്നില്ല IRL ഇൻസ്റ്റാളേഷൻസ് ചില ഓഫർ വാളിൽ. സോ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യണം. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പോൾ ഏത് ഓഫർ വാൾ എടുത്താലും അതിൽ IRL കണ്ടാൽ നിങ്ങളിപ്പം എന്തായാലും IRL ഓഫർ വാൾ IRL കംപ്ലീറ്റ് ആക്കി വേറൊരു ഓഫർ വാളിന്. ഓക്കെ, അതിനുശേഷം ഞാൻ പറഞ്ഞ കണക്കെ തന്നെ IRL ആപ്ലിക്കേഷന് ക്ലിയർ ഡാറ്റ ക്ലിയർ സ്റ്റോറേജ്, അത് കണക്ക് തന്നെ ക്രോമിന് ക്ലിയർ ഡാറ്റ ക്ലിയർ സ്റ്റോറേജ്, പിന്നെ അത് കണക്ക് തന്നെ എയറോപ്ലെയിൻ മോഡ് ഒരു 3-4 വട്ടം ഓഫ് ആൻഡ് ഓൺ. അത് കണക്ക് തന്നെ സെറ്റിങ്സ് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഇതിപ്പോൾ ഒരു IP അഡ്രസ്സ് ആ ഒരു ഗൂഗിൾ ആഡ്സിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് റീസെറ്റ് ആക്കല്. ഇത് മസ്റ്റായിട്ടും ചെയ്യണം. ഇത് കറക്റ്റ് ഫോളോ ചെയ്യണം, എന്നാലേ കറക്റ്റ് ട്രാക്ക് ആകത്തുള്ളൂ. അല്ലെങ്കിൽ അവന്മാർ പിടിക്കാനുള്ള ഇവരുടെ ട്രിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് വിഡ്രോ അടിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ വിഡ്രോ എന്നുള്ള സെക്ഷനിലോട്ടേക്ക് ഒന്ന് ട്രാൻസ്ഫർ ടു Paytm എന്നുള്ള സെക്ഷനിലോട്ടേക്ക് പോകുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ പേ, PayPal ഉണ്ട്. Paytm അധികം ആൾ നോക്കണം, അതുകൊണ്ടാണ്. സോ ആഡ് യുവർ Paytm അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷനിൽ പോയി നമ്മുടെ Paytm നമ്പർ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുകയാണ് Paytm നമ്പർ. സോ സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിനുശേഷം ആദ്യം എൻ്റെ നോക്കുമ്പോൾ എന്താ അറിയില്ല, എനിക്കിന്ന് ഇത് ഫുള്ള് ഒരു ദുരന്തം പിടിച്ചതാണ്. ആദ്യം തന്നെ കാണിച്ചത് എൻ്റെ Paytm നമ്പർ ഓൾറെഡി ആഡ് ആയിരുന്നാണ്. പിന്നെ വീണ്ടും ചെയ്യുമ്പോൾ Paytm നമ്പർ കറക്റ്റ് ആഡ് ആയിട്ടുണ്ട്. ആദ്യം കാണിച്ചത് ഓൾറെഡി വേറെ അക്കൗണ്ടിൽ ആഡ് ആയിരുന്നതാണ്. അതൊരു ബഗ്ഗായിരുന്നു. ഓക്കെ, ഞാൻ ഒരു നിമിഷം മാത്രം ഭയന്ന് പോയി. മിനിമം വിഡ്രോ Paytm വാലറ്റിലേക്ക് പറയണത് 10 രൂപ, UPIയിലോട്ടേക്ക് പറയണത് 50 രൂപ. അതുവെച്ചാൽ Paytm UP എന്ന് പറയുന്നത് ഗൂഗിൾ പേ 50 രൂപ ആയിരിക്കും. അതിനൊക്കെ തന്നെ കൺവേർഷൻ ഡേറ്റ് അത് ജസ്റ്റ് ഒന്ന് ഒരു USDT എത്രയാണെന്ന് പറഞ്ഞതെന്ന് മാത്രം. നമ്മൾ എൻ്റർ എമൗണ്ട് നമ്മളെടുത്ത് ബാലൻസ് ഇല്ല, എമൗണ്ട് അടിക്കാതെ രജിസ്റ്റർ സെൻഡ് ചെയ്തില്ലെന്നൊക്കെ. ഓക്കെ, പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കുന്നത് പേയ്മെൻറ്റ് സക്സസ്. ഇതിൽ 2-3 ദിവസത്തിനുള്ള എമൗണ്ട് വരുന്നത് പറയുന്നെങ്കിലും ഷുവറായിട്ടും ഒരു ദിവസത്തിലുള്ളത് വെച്ചാൽ ഒരു 10-15 മണിക്കൂറിനുള്ളിൽ നമ്മുടെ Paytm വാലറ്റ് എമൗണ്ടും കാര്യങ്ങളൊക്കെ ആഡ് ആവുന്നതാണ്. ഓക്കെ, ഞാൻ പ്രൂഫ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടെ പ്രൂഫ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, സോ പേയ്മെൻറ്റൊക്കെ പക്കയാണ്, പേടിക്കേണ്ട. പേയ്മെൻറ്റൊക്കെ പക്ക ഈ വർക്കിംഗ് ആണ്. സോ 1 വർഷമായി ആപ്ലിക്കേഷൻ ഉണ്ട്. 5 ലക്ഷത്തോളം ഡൗൺലോഡ്സും നല്ല രീതിയിൽ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ മാക്സിമം ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ഇപ്പം തന്നെ പോയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കി, ഇതേപോലെ ലൂട്ട്സിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ബഗ് ട്രിക്ക് യൂസ് ചെയ്യുമ്പം കുറച്ചൊരു സീനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറക്റ്റ് യൂസ് ചെയ്യും. നിങ്ങൾക്ക് പുതിയൊരു ആപ്ലിക്കേഷൻസൊക്കെ ഇൻസ്റ്റാൾ ആക്കിയിട്ട് വർക്ക് ആവുന്നുണ്ടോയെന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാൻ പറ്റുന്നതാണ്. സോ നാളെ നല്ലൊരു കണ്ടൻറ്റ് കിട്ടുന്നത് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ.